വാഷിങ്ടണിൽ വെച്ചിട്ട് ഞാനിതാ 20 പോയിന്റ് പ്രോഗ്രാം തയ്യാറാക്കി. സമാധാനം പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. എനിക്ക് ഗാസ വാർ അവസാനിപ്പിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ പോയി നമ്മുടെ ഗൾഫ് കൺട്രീസ് രാഷ്ട്രങ്ങളുമായിട്ടൊക്കെ ഞാനിപ്പോൾ ചർച്ച ചെയ്ത് പരിഹാരത്തിലേക്ക് പോകും. ഖത്തർ, സൗദിയൊക്കെ ആയിട്ട് ഞാൻ ചർച്ച ചെയ്ത്, തുർക്കി, ഈജിപ്റ്റ് ഇവരൊക്കെ ആയിട്ടൊക്കെ ചർച്ച ചെയ്ത് ഞാനിപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തീർക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് പ്രതിഷേധിക്കുന്ന പോലെ നെതന്യാഹു പറയുന്നു, അവിടെ തമ്മിൽ സ്പർദ്ധയുണ്ടെന്ന് പറയുന്നു, ലോക മാധ്യമങ്ങൾ അങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഇതെല്ലാം വെറും നാടകമായിരുന്നു എന്ന് അന്ന് ഞാൻ ഇതേ ചാനലിൽ തന്നെ പറഞ്ഞതാണ്. അതിപ്പോൾ ഏതാണ്ട് അതുപോലെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ സമാധാന കരാറിന് ചുക്കാൻ പിടിച്ച ഖത്തർ, സൗദി, തുർക്കി, ഈജിപ്റ്റ്, പാകിസ്ഥാന് വിഷമമൊന്നുമില്ല, പാകിസ്ഥാൻ അമേരിക്കയുടെ കൂടെയാണ്. ബാക്കി 57ഓളം രാഷ്ട്രങ്ങളിൽ പലർക്കും തങ്ങൾ ചതിക്കപ്പെട്ടു, പാലസ്തീൻ വെട്ടിമുറിക്കാനുള്ള കരാറിൽ നെതന്യാഹുവും അമേരിക്കയും സന്ധി ചേർന്നിരിക്കുന്നു എന്ന് തോന്നുന്ന വിധത്തിൽ ഉള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഗാസയിൽ 51% സ്ഥലം തൽക്കാലത്തേക്ക് ഗാസയുടെ ഇസ്രായേലുമായി ചേർന്ന ഭാഗത്ത് ഉള്ള ആ ഗ്രീൻ ബെൽറ്റ് എന്നാണ് അവർ വിളിക്കുന്നത്, ഗ്രീൻ സോൺ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.